എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ആഴ്ച തങ്കലാൻ മണിച്ചിത്രത്താഴ് ഈ രണ്ട് സിനിമകളുടെ കൂടെ വാഴ എന്ന് പറയുന്ന ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ടെന്നും അത് ഒരു മഹാസംഭവമാണെന്നും ആളുകൾ പറഞ്ഞിട്ടാണ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഇന്നലെ വാഴ കാണാൻ പോയത്. അതിനുമുമ്പ് പറയാം, ഞാനിപ്പോ പറയുന്നത് ഒരു സിനിമ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു മൂവി റിവ്യൂ എന്ന് തികച്ചും പറയാൻ പറ്റില്ല. കാരണം ഞാനിപ്പോ പറയാൻ പോകുന്നത് ഒരു സിനിമയെ പറ്റി അല്ല. കാരണം ഈ പറഞ്ഞ സംഭവത്തിനെ ഞാനൊരു സിനിമയായിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതിനെ പൂർണ്ണമായും ഒരു സിനിമ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല. എന്റെ ഇടയ്ക്ക് ഞാൻ അറിയാതെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. അതിന് ശേഷം പിന്നെ കണ്ടു മഹാസംഭവം, ഇങ്ങനെ കുലച്ചു നിൽക്കുന്ന ഒരു വാഴയുണ്ടെന്നും തിയേറ്ററുകളിൽ ഭയങ്കര സംഭവമാണെന്നും ചിരിച്ചു മറിഞ്ഞെന്നും ഒന്ന് ഫുള്ളിൽ തട്ടി എന്നൊക്കെ പറഞ്ഞ് കുറെ ഗുണപാഠങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞൊരു സിനിമയാണ്. അങ്ങനെ ഇന്നലെ കാണാൻ പോയി. ശരിക്കും വാഴ പേര് പോലെ തന്നെ ആ പടത്തെ വിശേഷിപ്പിക്കാൻ പടം വീഡിയോ എന്നൊക്കെ പറയാൻ പറ്റൂ, അതിനെ ഒരു സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് അതൊരു സിനിമ ഞാൻ അംഗീകരിക്കുന്നില്ല. സിനിമ ഇങ്ങനെയല്ല, ഇത് ഒരു വീഡിയോ ആണ്. ഇതൊരു വീഡിയോ ആണ്, സിനിമ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ. ആരോ കുറെ പയ്യന്മാർ എന്തൊക്കെയോ കാണിക്കുന്നു എന്നിട്ട് അതൊക്കെ ഭയങ്കര കോമഡിയാണെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു. പിന്നെ വേറെ കുറെ വാഴകൾ അത് കണ്ട് ഇങ്ങനെ പൊട്ടി ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. തിയേറ്ററിൽ ഇന്നലെ വലിയ ചിരിയൊന്നും ഇല്ലായിരുന്നു. അതിനാണ് കോമഡി എന്നൊന്നും പറയാൻ പറ്റില്ല. മലയാളികൾ കാണാത്ത കോമഡി എവിടെയാണുള്ളത്? മലയാളികൾ കാണാത്ത കോമഡി ഉണ്ട് ഇന്ത്യയിൽ തന്നെ, അല്ലെങ്കിൽ വേണമെങ്കിൽ ലോകത്ത് തന്നെ വേണമെങ്കിൽ പറയാം. ഏറ്റവും ബെസ്റ്റ് കോമഡി സിനിമകൾ ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ ഭാഷയിലാണ്. അതൊക്കെ കണ്ട ഒരു കാലം, അതൊക്കെ കഴിഞ്ഞു. അപ്പോ ഇപ്പോ എന്തൊക്കെയോ കാണിക്കുന്നു, ചിരിക്കുന്നു. ന്യൂജൻ പിള്ളകൾ ചിരിക്കുന്ന ഒരുതരം കോമഡികളാണെന്ന് പറയുന്നു. എനിക്കൊന്നും തോന്നിയില്ല കോമഡിയായിട്ട്. പിന്നെ എന്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന കുറെ പയ്യന്മാരിങ്ങനെ കഷ്ടപ്പെട്ട് എന്നൊക്കെ ശ്രമിച്ച് കഷ്ടപ്പെട്ട് ചിരിക്കുന്ന കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി, പാവം. അപ്പോ എങ്കിലും എനിക്ക് ചിരി വന്നില്ല. എനിക്കൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ എന്റെ കൂട്ടുകാരൻ അടുത്തെന്ന് പറയണം, ഇടാ ഇറങ്ങി പോകാമോ, ഇരിക്കണോ പോണോ, ഇന്റർവെല് കഴിഞ്ഞ് ഇറങ്ങി പോകാമോ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങി പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിടാ പൈസ കൊടുത്ത് കയറിയതല്ലേ, മുഴുവൻ കണ്ടാലേ നമുക്ക് എന്തെങ്കിലും റിവ്യൂ ആയിട്ട് പറയാൻ പറ്റൂ, ഇല്ലെങ്കിൽ അവസാനം എന്തോ സംഭവം ഉണ്ടായിരുന്നു നിങ്ങളാരും കണ്ടില്ലല്ലോ എന്നൊക്കെ പയ്യന്മാര് പറഞ്ഞാൽ മതി. അങ്ങനെ പടത്തിലേക്ക് വരാം. പടം എന്നേ പറയാൻ പറ്റും. പടത്തിലേക്ക് വരാം. പടം ഒരു ഇതുപോലെ അരോചകമായിട്ടുള്ള ഒരു സിനിമ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മലയാളത്തിൽ തന്നെ ഈ അടുത്ത കാലത്തെങ്ങും എന്റെ ഓർമ്മയിൽ ഇത്രയും വൃത്തികെട്ട ഒരു 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 പാഴ് സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും പാഴ് എന്ന് പറയുന്നത് അതിലെ പ്രധാന കഥാപാത്രങ്ങളായ 3 കൂട്ടുകാരാണ്. അവരെ കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളെ ഗുരുവായൂരമ്പലം നടയിൽ സിനിമയിൽ വന്ന് നമ്മളെ നല്ലോണം വെറുപ്പിച്ച ടീംസാണ്. അതുകൊണ്ട് ക്യാമറ കണ്ടിട്ടില്ലാത്തവരൊന്നുമല്ല, നല്ല രീതിയിൽ ക്യാമറ കണ്ടിട്ടുള്ളവരാണ്. കുറെ പയ്യന്മാര് വന്ന് വെറുപ്പിച്ചിരുന്നു. അവർ തന്നെ വീണ്ടും വരികയാണ്. വിപിൻ ദാസിന്റെ തന്നെ സംവിധാനമാണ്. ഗുരുവായൂരമ്പലം നടയിൽ ജയ 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 ഹേ ഇതൊക്കെ തയ്യാറാക്കിയ വിപിൻ ദാസിന്റെ സംവിധാനം തന്നെയാണ് ഈ സിനിമയും. സംവിധാനമല്ല, സോറി, കഥ, തിരക്കഥ, സംഭാഷണം, ഇത്രയും വിപിൻ ദാസാണ്. സംവിധായകൻ വേറെ ആരുമാണ്. അതിപ്പോ എന്തായിട്ട് കാര്യമില്ല. ചത്തകിളിയുടെ ജാതകം നമ്മൾ കൂടുതൽ വായിക്കേണ്ട കാര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്. ഇവിടുത്തെ മഹാന്മാരൊക്കെ വാനോളം പോയതുന്നുണ്ട്, വലിയ പടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്, വലിയ സിനിമ അത്ഭുതമാണെന്നൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ. പിന്നെ കാണിക്കുന്നു, ഞാൻ പറഞ്ഞില്ലേ, സ്ക്രിപ്റ്റ് വെറും വേസ്റ്റ്, ഡയലോഗ്സ് അതിനേക്കാൾ വേസ്റ്റ്. ഇതൊക്കെ 90കളിലൊക്കെ കണ്ട്, അല്ലെങ്കിൽ 80കളിലും 90കളിലൊക്കെ പറയുന്ന നാടകീയ വർത്താനങ്ങൾ വേറൊരു സ്റ്റൈലിൽ പറഞ്ഞിരിക്കുന്നു. കോമഡി എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നു, അതൊന്നും പറയാൻ പറ്റുന്നില്ല, അതിനൊന്നും പറയാൻ വിശേഷിക്കില്ല. തിയേറ്ററിൽ ഈ പറഞ്ഞ ബാക്കിൽ ഇരുന്ന 3-4 പയ്യന്മാർ കഷ്ടപ്പെട്ട് ഇരിക്കുന്നതല്ലാതെ നല്ല ഏതുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഒരനക്കം ഇല്ലായിരുന്നു, ചത്ത ഫീലായിരുന്നു. പിന്നെ എന്താ പറയാ, ഇതിൽ കുറച്ച് കൊള്ളാം എന്നുള്ള ഒരു കാര്യം കൂടെ പറയാം. മൊത്തത്തിൽ അങ്ങനെ അടച്ച് അധിക്ഷേപിക്കുന്നില്ല. കൊള്ളാം എന്നുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ കുറച്ച് ഈ പയ്യന്മാരുടെ അച്ഛന്മാരായിട്ട് വരുന്ന നമ്മുടെ മേജർ നടന്മാരുണ്ട്. അതായത് ഇത്തിരി ഇരുത്തം വന്ന നമ്മളെ എക്സ്പെർട്ട് ആയിട്ടുള്ള കുറച്ച് നടന്മാരുണ്ട്. ജഗദീഷ്, കോട്ടയം നസീർ, പിന്നെ നമ്മളെ അസീസ് നെടുമങ്ങാട്, ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അവർ വരുമ്പോഴാണ് അതൊരു സിനിമയാണെന്ന് തോന്നുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മളെ ബേസിൽ ജോസഫിന്റെ ഗസ്റ്റ് റോളും ഉണ്ട്. പുള്ളിക്കാരൻ മഹാസംഭവമൊന്നുമല്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുമില്ല. പക്ഷെ പുള്ളിക്കാരൻ വരുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ്. അതൊരു സിനിമയാണ് കാണുന്നത് എന്നൊരു തോന്നൽ ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യുന്നത് ഇവരെയൊക്കെ കാണുമ്പോഴാണ്. അല്ലാതെ പ്രത്യേകിച്ച് സിനിമയിലൊന്നുമില്ല. ഏറ്റവും ഗതികേടെന്ന് പറഞ്ഞാൽ 3 കൂട്ടുകാരുണ്ട്. അവന്മാർക്കൊരു വേറെ 2 കൂട്ടുകാരുണ്ട്. ഇവന്മാര് കാണിക്കുന്നത്, ഇവന്മാര് സ്ക്രീനിൽ വന്ന് എന്ത് കാണിച്ചാലും അരോചകമാണ്. ഒരു സെന്റിമെന്റ് സീനൊക്കെ ഉണ്ട്. അച്ഛനും മകനും തമ്മിലുള്ള, കോട്ടയം നസീറും മകനും കൂടെ ഉള്ള ഒരു സീനൊക്കെ ഉണ്ട്. ഒരു വീട്ടിന്റെ അകത്ത് വെച്ചൊരു വഴക്കൊക്കെ ഉണ്ട്. അതിൽ ആ മകന്റെ അഭിനയം, അയ്യോ, അതെന്തെങ്കിലും ഒന്ന് കണ്ടോക്കണം. ഇതുപോലെ ഒരു പാഴ് ഞാൻ ഒന്നും പറയുന്നില്ല. ഈ തിയേറ്ററിൽ അങ്ങനെ ഒരു സെന്റി സീൻ വന്നപ്പോ ഞാനും എന്റെ കൂട്ടുകാരനും പൊട്ടി ചിരിച്ചുപോയി. കോമഡി വരുമ്പോൾ
കൂവിപ്പോവും. ഞാൻ കൂവല പോവാൻ തോന്നി, കൂവിപ്പോവും. ഇത് വരുമ്പോൾ ഞാൻ പറയുന്നത്, ഇതൊക്കെ കണ്ട് നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ആരെങ്കിലും കൈയടിച്ചാലോ പ്രോത്സാഹിപ്പിച്ചാലോ അത് വലിയ അപകടമാണ്. നാളെയും ഇതുപോലുള്ള സാധനങ്ങളെ വീണ്ടും പടച്ചുവിടും. അതുകൊണ്ട് ഇതിനെയൊക്കെ അപ്പൊ തന്നെ അങ്ങ് ഇല്ലാതാക്കി കളയേണ്ടതാണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കും തോറും ഇനിയും ഇതുപോലുള്ള സാധനങ്ങൾ ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും വലിയ ഇത് വാഴ 2 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിനിമയുടെ അവസാനവും ഏറ്റവും വലിയ ദ്രോഹം കാണിക്കുന്നത് വാഴ 2 എന്ന് കാണിക്കുന്നുണ്ട്. ഈ വാഴയ്ക്ക് എന്തിനാണ് 2? ഇതിൽ പ്രത്യേകിച്ച് കഥയുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല, വെറുതെ മനുഷ്യനെ കൊന്ന സാധനം. പിന്നെ ഇത് കാണിക്കുന്നത് നമ്മളറിയാലോ, ഒന്നിനും കൊള്ളാത്ത കുറെ പയ്യന്മാർ അവരെ നിർബന്ധിച്ച് എഞ്ചിനീയറിംഗിന് വിടുന്നു. അപ്പോ അച്ഛന്മാർ ആണ് ഇവരുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അവസാനം ഇവർക്ക് തുണയായി വരുന്നത് അച്ഛൻ. ഈ അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. കുറെ എന്തോ സീനുകൾ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടുമടുത്ത രംഗങ്ങളാണ്. പക്ഷെ ഇതിലൊരൊറ്റ സീന് പോലും മാനമര്യാദയ്ക്ക് ടച്ച് ചെയ്യുന്ന പോലെ എടുത്തിട്ടില്ല. ഫസ്റ്റ് ഏറ്റവും വലിയ പാളിച്ച ഈ അഭിനയിച്ചിരിക്കുന്ന പയ്യന്മാരാണ്. നമുക്ക് നായകഥാപാത്രങ്ങൾ പ്രാധാന്യമുള്ളത് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. ഇവരെ കാണാനോ ഇവരെ വായിന്ന് വരുന്ന വർത്താനമോ കേട്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ തൊലി ഉരിഞ്ഞു പോയി. അത്ര ഒരു വൃത്തികെട്ട സെറ്റപ്പായിരുന്നു. പിന്നെ തിരക്കഥ വേസ്റ്റ്, ഒരു വൈകോടില്ല. സംഭാഷണം അതിനേക്കാൾ വേസ്റ്റ്. ഇതൊന്നുമില്ല. അപ്പൊ നടന്മാര് മാറിയാലും കുറെ പേരെ കണ്ടോണ്ടിരിക്കാന്നുള്ളതേ ഉള്ളൂ. സിനിമ വട്ട പൂജ്യം എന്ന് തന്നെ പറയാം. ഈ അടുത്ത കാലത്ത് എന്റെ ഓർമ്മയിൽ പോലും ഇങ്ങനെ ഒരു മലയാള സിനിമ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സമൂഹത്തിൽ ഭയങ്കരമായ ഒരു സംഭവമായിക്കൊണ്ടിരിക്കുകയാണ് വാഴയെ എനിക്ക് ആ ഒറ്റ വാക്കിൽ തന്നെ, പേരിൽ തന്നെ സിനിമ എന്താണെന്നുണ്ട്, കറക്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും, ഈ വാഴ എന്നുള്ള പേരിടാൻ വേണ്ടിയാണ് സിനിമ എടുത്തത്. സാധാരണ സിനിമ എടുത്തിട്ട് അതിൽ പറ്റുന്ന ഒരു പേരിടുകയാണ് പതിവ്. ഇത് തിരിച്ചാണ്. ഇതില് വാഴ എന്നുള്ള പേരിട്ടിട്ട് ഒരു കഥയുടെ ഫ്രണ്ടിലും ബാക്കിലും വാഴയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വാഴ എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് കുത്തിക്കയറ്റിയതാണെന്ന് ഫീൽ ചെയ്യും. വാഴ പടം എടുത്തിട്ട് വാഴ എന്ന് പേരിട്ടതല്ല, പേരിട്ടിട്ട് പടം എടുത്തതാണ്. അത് കാണുമ്പോൾ അറിയാൻ പറ്റും. പേരിന്റെ ആ ഒരു ട്രെൻഡിന് വേണ്ടി. പിന്നെ ആരൊക്കെയോ നല്ല പൃഥ്വിരാജിനും സുപ്രിയയ്ക്കൊക്കെ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. അത് മിക്കവാറും ഗുരുവായൂരമ്പലം നടയിലെ ടീമൊക്കെയാണ്. അപ്പോൾ അവരുടെയൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 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 ഗതികെട്ട സാധനം തിയേറ്ററിൽ ഇങ്ങനെ വലിയൊരു ഇത് വരാൻ ചാൻസ് ഇല്ല. പിന്നെ എന്തായാലും നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. എന്തായാലും എനിക്ക് അതൊരു സിനിമ എന്ന് പോലും ഞാൻ അംഗീകരിക്കില്ല. ആ ഒരു നിലവാരം പോലും ഇല്ലാത്ത ഒരു വാഴയാണ് ഈ വാഴ.